നമസ്കാരം. ജാതക കഥകളിലെ 58ാമത്തെ കഥ മാനും വേട്ടക്കാരനും. ധാരാളം പനകളുള്ള ഒരു കാട്. അവിടെ വീണ് കിടക്കുന്ന പനമ്പഴം തിന്നാൻ മാനുകൾ വരും. ബോധിസത്വനാണ് അവരുടെ നേതാവ്. ഒരു വേട്ടക്കാരൻ ഈ മാനുകളെ കണ്ടു. അയാൾ പനകൾക്ക് മറഞ്ഞിരുന്ന് 1-2 മാനുകളെ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു. ഇത് കണ്ട ബോധിസത്വൻ വേട്ടക്കാരൻ്റെ കണ്ണിൽപ്പെടാതെ മാറി നിൽക്കാൻ ശ്രമിച്ചു. പക്ഷെ അയാൾ ആ മാനിനെ കണ്ടു. അയാൾ വിചാരിച്ചു, നല്ല കൊഴുത്തു തടിച്ച മാൻ, ധാരാളം ഇറച്ചിയുമുണ്ട്, അതിൻ്റെ തോലിന് തന്നെ നല്ല വില കിട്ടും, എങ്ങനെയെങ്കിലും ഇവനെ പിടിക്കണം. അടുത്ത ദിവസം വേട്ടക്കാരൻ ഒരു അത്തിമരത്തിൽ കയറി ഒളിച്ചിരുന്നു. ബോധിസത്വൻ അത് മനസ്സിലാക്കി. അവൻ അന്ന് ആ വഴിക്ക് വന്നതേയില്ല. വേട്ടക്കാരൻ അടുത്ത ദിവസവും കാത്തിരുന്നു. അന്ന് ബോധിസത്വൻ പനങ്കാട്ടിലേക്ക് കടക്കും മുമ്പ് അവിടെ എങ്ങാനും വേട്ടക്കാരനുണ്ടോ എന്ന് തലയുയർത്തി പിടിച്ച് ശ്രദ്ധിച്ചു. അപ്പോൾ അത്തിമരത്തിൻ്റെ മുകളിലിരിക്കുന്ന വേട്ടക്കാരനെ കണ്ടു. പക്ഷേ കാണാത്ത ഭാവത്തിൽ മറ്റൊരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് മാറി നിന്നു. പഴം തിന്നാൻ മാൻ അടുത്തു വരുമെന്ന് വിചാരിച്ച് വേട്ടക്കാരൻ കയ്യിൽ കരുതിയിരുന്ന പനമ്പഴം അതിൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തു. അത് കണ്ടപ്പോൾ ബോധിസത്വൻ ഉച്ചത്തിൽ പറഞ്ഞു, ഇതാ അത്തിമരത്തിൽ നിന്ന് പനമ്പഴം വീഴുന്നു, ഇത് വിശ്വസിക്കാൻ വയ്യ. വിഡ്ഢിത്തം മനസ്സിലാക്കിയ വേട്ടക്കാരൻ പെട്ടെന്ന് അത്തിമരത്തിൽ നിന്ന് അത്തിക്കായ് പറിച്ച് മാനിൻ്റെ മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്തു. അതുകൂടി കണ്ടപ്പോൾ ബോധിസത്വൻ വീണ്ടും വിളിച്ചു പറഞ്ഞു, അത്തിമരമേ, നീ നല്ലവനായിരുന്നു. പക്ഷേ ആദ്യം നീ പനമ്പഴം തന്നു, പിന്നെ ഞാൻ നിൽക്കുന്നിടത്തേക്ക് അത്തിപ്പഴം എറിഞ്ഞു തന്നു. ഇത് രണ്ടും നിന്റെ സ്വഭാവമല്ല, മനുഷ്യരുടെ സ്വഭാവമാണ്. അതുകൊണ്ട് നിന്നെ വിശ്വസിക്കാനാവില്ല. ഇത്രയും പറഞ്ഞിട്ട് ബോധിസത്വൻ കാട്ടിനുള്ളിലേക്ക് ഓടിപ്പോയി. വേട്ടക്കാരൻ നിരാശനായി തിരിച്ചുപോയി. നന്ദി.